ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 BSc ഹിന്ദിയെ പറ്റിയാണ്. ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി BSc ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദി സിലബസിലെ ഗ്രാം ദൃഷ്ടി എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ചാപ്റ്റർ തേർഡ് മൊഡ്യൂളായ അനലൈസിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് എന്ന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ലേഖകനെ പറ്റി നോക്കാം. സുമിത്രാനന്ദൻ പന്ത് എന്നതാണ് ലേഖകന്റെ പേര്. इनका जन्म अल्मोड़ा वर्तमान के बागेश्वर जिले के कौसानी ग्राम में हुआ था. वर्ष 1910 में शिक्षा प्राप्त करने के लिए ये गवर्नमेंट हाई स्कूल अल्मोड़ा गए, जहां उन्होंने अपना नाम गोसाई दत्त से बदलकर सुमित्रानंद पंत रख लिया. इनकी प्रमुख पुस्तकें ग्राम्य, वीणा, उच्छ्वास, पल्लव, युगांत और लोकायतन है. അതായത് അൽമോറ ഇപ്പോഴത്തെ ബാഗേശ്വർ ജില്ലയിൽ കൗസാനി ഗ്രാമത്തിലാണ് സുമിത്രാനന്ദ് പന്ത് ജനിക്കുന്നത്. 1910 വിദ്യാഭ്യാസം നേടാനായി അൽമോറയിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പോയ അദ്ദേഹം അവിടെ വെച്ച് തന്റെ പേര് ഗോസായി ദത്ത് എന്നതിൽ നിന്നും മാറ്റി സുമിത്രാനന്ദൻ പന്ത് എന്നതാക്കി. ഗ്രാമ്യ, വീണ, ഉച്ഛ്വാസ്, പല്ലവ്, യുഗാന്ത്, ലോകായതൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ. अब सुमित्रानंद पंत जी के प्रमुख कार्य एवं उपलब्धियों के बारे में जानते हैं. 1938 में प्रगतिशील मासिक पत्रिका रूभाब का संपादन किया. 1950 से 1957 तक आकाशवाणी में परामर्शदाता के रूप में कार्य किया. 1958 में युगवाणी से वाणी तक के काव्य संग्रहों की प्रतिनिधि कविताओं का संकलन चिदंबरा प्रकाशित हुआ. 1960 में कला और बूढ़ा चांद काव्य संग्रह के लिए साहित्य अकादमी पुरस्कार से सम्मानित किए गए. 1961 में पद्म भूषण की उपाधि से विभूषित किए गए. 1964 में विशाल महाकाव्य लोकायतन का प्रकाशन हुआ. 1968 में चिदंबरा के लिए प्रतिष्ठित भारतीय ज्ञानपीठ पुरस्कार प्राप्त हुआ. അതായത് 1938 പ്രോഗ്രസീവ് മന്ത്ലി മാഗസീനായ രൂപാബ് എഡിറ്റ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം. 1950 മുതൽ 57 വരെ ആകാശവാണിയിൽ അഡ്വൈസറായി വർക്ക് ചെയ്തിരുന്നു. 1958 യുഗവാണി മുതൽ വാണി വരെയുള്ള കാവ്യ സമാഹാരങ്ങളുടെ റെപ്രസെന്റേറ്റീവ് കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിദംബര പബ്ലിഷ് ചെയ്തു. 1960 കല ഓർ ബൂഢാ ചാന്ദ് എന്ന കവിതാ സമാഹാരത്തിന് പ്രശസ്തമായ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1961 രാജ്യത്തിലെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1964 അദ്ദേഹത്തിന്റെ വലിയ മഹാകാവ്യമായ ലോകായതൻ പുറത്തിറങ്ങി. 1968 ചിദംബര എന്ന കൃതിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്റററി അവാർഡായ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഗ്രാം ദൃഷ്ടി എന്നതാണ് കവിതയുടെ പേര്. ലേഖകൻ സുമിത്രാനന്ദൻ പന്ത് എന്നതാണ്. ലേഖകൻ സുമിത്രാനന്ദൻ പന്ത്. देख रहा हूं आज विश्व को मैं ग्रामीण नयन से, सोच रहा हूं जटिल जगत पर, जीवन पर, जनमन से. ഇവിടെ എന്താണ് ദേഖ് റഹാ ഹും എന്ന് പറഞ്ഞാൽ ഞാൻ കാണുകയാണ്. ആജ് ഇന്ന്, വിശ്വകോ മേം വിശ്വത്തിന് ഈ ലോകത്തെ തന്നെ ഞാൻ എങ്ങനെ, ഗ്രാമീൺ നയൻസെ ഗ്രാമത്തിന്റെ കണ്ണുകളോടെ, സോച്ച് റഹാഹും ജട്ടിൽ ജഗത് പർ എന്താണ് സോച്ച് റഹാഹും ആലോചിക്കുകയാണ് ഞാൻ, സോച്ച് റഹാഹും ആലോചിക്കുകയാണ് ഞാൻ എന്തിനെ പറ്റി, ജട്ടിൽ ജഗത് പർ ഈ ജട്ടിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലോകത്തെ പറ്റി, അതുപോലെ തന്നെ ജീവൻ പർ ജട്ടിലായിട്ടുള്ള ജീവിതത്തെ പറ്റി, നമ്മളുടെ ജീവിതത്തെ പറ്റി, ജനമനസ്സെ ജനങ്ങളുടെ സാധാരണ മനസ്സിലൂടെ. അതായത് ഈ വരികളിൽ കവി പറയുന്നത് താൻ വളരെ സിമ്പിളായ ഒരു ഗ്രാമീണ കാഴ്ചപ്പാടിലൂടെയാണ് ഇന്നത്തെ ലോകത്തെ നോക്കിക്കാണുന്നത് എന്നാണ്. സങ്കീർണമായ ഈ ലോകത്തെയും മനുഷ്യ ജീവിതത്തെയും സാധാരണ ജനങ്ങളുടെ മനസ്സോടെയും വികാരത്തോടെയുമാണ് കവി ചിന്തിക്കുന്നത്. ഇനി ഖ്യാൻ നഹീം ഹെ, തർക്ക് നഹീം ഹെ, കല ന ഭാവ് വിവേചൻ, ജൻ ഹെ, ജഗ് ഹെ, ശുദ്ധ, കാം, ഇച്ഛായി, ജീവൻ സാധൻ. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ആണ്. അതുപോലെ തന്നെ തർക്ക് എന്ന് പറയുമ്പോൾ ലോജിക് ആണ്. കല, ആർട്ട്, നമ്മുടെ കലാത്മക വാസനയൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാവവിവേചനം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് അല്ലെങ്കിൽ അനലൈസിസ് ഓഫ് ഇമോഷൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്.
ജനങ്ങൾ തന്നെയാണ്. ജഗ നമ്മുടെ വേൾഡ് ആണ്, നമ്മുടെ ലോകമാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷുധ ഹങ്കർ ആണ്. കാം എന്ന് പറയുമ്പോൾ വർക്ക് ആവാം, ഡിസയർ ആവാം. ഇച്ഛായം എന്താ, നമ്മളുടെ വിശ്വസാണ് ഉദ്ദേശിക്കുന്നത്. ജീവൻ സാധൻ നമ്മുടെ മീൻസ് ഓഫ് ലൈഫ്. ഇവിടെ പറയുന്നത് ജ്ഞാനമില്ല, അതായത് അറിവില്ല, തർക്കമില്ല, ആർഗ്യുമെന്റ്സ് ഇല്ല, കല, ഭാവവിവേചനം ഇതൊന്നും തന്നെ ഇല്ല. ആകെ കൂടി എന്താണ്, ജനങ്ങളുണ്ട്, ജഗ് ഹേ, ക്ഷുത നമ്മളുടെ ഹങ്കർ, നമ്മുടെ വിശപ്പുണ്ട്, കാമുണ്ട്, ഇച്ഛായി നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്. അത് മാത്രമാണ് ജീവന്റെ അടിസ്ഥാനം. ഈ വരികളിൽ കവി സാധാരണ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് കാണിക്കുന്നത്. അവിടെ വലിയ അറിവുകളോ യുക്തികളോ, അതായത് ആർഗ്യുമെന്റ്സ്, തർക്കങ്ങളോ കലാപരമായ വിശകലനങ്ങളോ അതൊന്നുമല്ല പ്രധാനം. മറിച്ച് ജനങ്ങളും ലോകവും വിശപ്പും അടിസ്ഥാനപരമായ അവരുടെ ആഗ്രഹങ്ങളും അതിനൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ സാധനങ്ങൾ എന്നാണ് കവിയുടെ ഓർമ്മിപ്പിക്കുന്നത്. रूप जगत है, रूप दृष्टि है, रूप बोधमय है मन. माता पिता बंधु बांधव परिजन पुरजन ഭൂ ഗോ ധൻ. ഈ വരികളിൽ കവി പറയുന്നത് ഈ ലോകവും നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്തിക്കുന്ന മനസ്സുമെല്ലാം ഓരോ രൂപങ്ങളാണെന്നാണ്. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, ചുറ്റുമുള്ള ആളുകൾ, ജീവിക്കുന്ന ഭൂമി, പശുക്കൾ എന്നൊക്കെ പറയുന്നത് സമ്പത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ സർവ്വസമ്പത്തുകളും എല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവിതം എന്നാണ് കവി മനോഹരമായി വരച്ചു കാട്ടി. रूढ़ी रीतियों के प्रचलित पद, जाति पांति के बंधन, नियत कर्म है नियत कर्मഫൽ, ജീവൻ ചക്ര സനാതൻ. ഇവിടെ എന്താണ്, നമ്മുടെ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. റൂഢി രീതിയോംക്ക് പ്രചലിത് പദ്, റൂഢി രീതികൾ ട്രഡീഷണലി നമ്മൾ എന്താണ്, നമുക്ക് അറിയുന്ന ഒരു വലിയൊരു പദ്, ഒരു വേ ആയിട്ടാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. അതിൽ തന്നെ ജാതി പാന്തിക്ക് ബന്ധൻ, ജാതി പാന്തി നമ്മുടെ കാസ്റ്റ് സിസ്റ്റം, അതിന്റെ ഒരു ബന്ധൻ കൂടി നമ്മുടെ മേത്തുണ്ട്. നിയത് കർമ്മ ഹേ നിയത് കർമ്മഫൽ, ജീവൻ ചക്ര സനാതൻ. നമ്മളുടെ ലൈഫിൽ ഫിക്സഡ് ആയിട്ടുള്ള കർമ്മവുമുണ്ട്, അതിന്റെ കർമ്മഫലവും ഉണ്ട്. ഈ ജീവൻ ചക്രം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് സനാതൻ, എക്സ്റ്റേണൽ ആണെന്നാണ് പറയുന്നത്. അതായത് കവി സമൂഹത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും ജാതി വ്യവസ്ഥയുടെ കെട്ടുപാടുകളും മനുഷ്യന്റെ നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളും അതിനുള്ള ഫലങ്ങളും അടങ്ങിയ ഈ ജീവിതചക്രം എത്രത്തോളം ശാശ്വതമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ജന്മ മരൺ കെ സുഖ ദുഃഖ കെ താനെ ബാനോ കാ ജീവൻ, നിട്ടു നിയതി കെ ധൂപ് ഛാ ജഗ് കാ രഹസ്യ ഹേ ഗോപൻ. എന്താണ്, ജന്മത്തിന്റെയും മരണത്തിന്റെയും സുഖ ദുഃഖങ്ങളുടെയും താനെ ബാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആണ്, ഒരു വെബാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആക്ച്വലി മനുഷ്യന്റെ ജീവൻ. ഇതിനിടയിൽ നിട്ടുർ നിയതിക്ക് ധൂപ് ഷാഹ്, നിട്ടൂറായിട്ടുള്ള നിഷ്ഠൂരനായിട്ടുള്ള ഒരു കരുണയില്ലാത്ത നിയതി, വിധിയുടെ, ധൂപ് ഷാഹ് നിഴലും വെയിലും പോലെ, ജഗുക രഹസ്യ ഹേ ഗോപൻ, ഈ ലോകത്തിന്റെ രഹസ്യം, ഗോപൻ ഹിഡൻ ആണ്, സീക്രട്ടീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജനനവും മരണവും സുഖദുഃഖങ്ങളും എല്ലാം പരസ്പരം ഇഴചേർന്നതാണ് മനുഷ്യന്റെ ജീവിതം. പ്രകൃതിയുടെ അല്ലെങ്കിൽ വിധിയുടെ വെയിലും നിഴലും പോലെ മാറി മറയുന്ന ഈ ലോകത്തിന്റെ രഹസ്യങ്ങൾ പൂർണ്ണമായും കണ്ടെത്താനാവാത്ത വിധം നിഗൂഢമാണ് എന്ന് കവി ഇതിലൂടെ വ്യക്തമാക്കുന്നു. വീണ്ടും പറയാണ്, देख रहा हूं निखिल विश्व को मैं ग्रामीण नयन से, सोच रहा हूं जग पर मानव जीवन पर जनमन से. ഇവിടെ കവി പറയുന്നത് താൻ ഈ മുഴുവൻ ലോകത്തെയും, നിഖിൽ വിശ്വ എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകമാണ്, ഒരു ഗ്രാമീണന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു എന്നാണ്. സാധാരണ മനുഷ്യരുടെ വികാരങ്ങളോടെയും മനസ്സോടെയും ഈ ലോകത്തെയും മനുഷ്യ ജീവിതത്തെയും കുറിച്ച് കവി ചിന്തിക്കുന്നു എന്ന് ഈ വരികൾ വ്യക്തമാക്കുന്നു. रूढ़ी नहीं है रीति नहीं है, जाति वर्ण केवल भ्रम, जन जन में हे जीव, जीव जीवन में सब जन हे സമം. എന്താണ്, റൂഢികളില്ല, രീതി എന്ന് പറഞ്ഞാൽ റിച്വൽസ് ആവാം, കസ്റ്റംസ് ആയിരിക്കാം, അതൊന്നും തന്നെ ഇല്ല. ജാതി വർണ്ണ കേവൽ ഭ്രമ, ഈ ലൈഫിൽ ജാതി വർണ്ണ എന്നൊക്കെ പറയുന്നതാണ് വെറും ഭ്രമമാണ്, അതൊരു മിഥ്യാധാരണയാണെന്നാണ് പറയുന്നത്. ജനമേം ഹേ ജീവ്, എല്ലാ ജനങ്ങളിലും ഉള്ളത് ജീവന്റെ തേജസ് തന്നെയാണ്. ജീവൻ മേ സബ് ജനഹേ സമം, ആ തേജസിന്റെ മുന്നിൽ, ആ ജീവൻ എന്ന് പറയുന്ന ആ ഒരു അംശത്തിന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇക്വാലിറ്റിയെയാണ് ഈ ലൈനിലൂടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് സമൂഹത്തിലുള്ള പാരമ്പര്യങ്ങളോ ആചാരങ്ങളോ ജാതി വർണ്ണ വ്യത്യാസങ്ങളോ ഒക്കെ വെറും തോന്നലുകൾ, ഭ്രമ മാത്രമാണെന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യനിലും ഉള്ളത് ഒരേ ജീവൻ തന്നെയാണ്. അതിനാൽ എല്ലാ മനുഷ്യരും പരസ്പരം തുല്യരാണ് എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. ज्ञान वृथा है तर्क वृथा, संस्कृतियां व्यर्थ पुरातन, प्रथम जीव है मानव में, पीछे है सामाजिक जन.
ഇവിടെ എന്താണ്? നമ്മുടെ അറിവുകൾ വെറുതെയാണ്. തർക്ക ആർഗ്യുമെന്റ്സ് വെറുതെയാണ്. സംസ്കൃതിയാണ്, നമ്മുടെ കൾച്ചറുകൾ, നമ്മുടെ സംസ്കാരങ്ങൾ എല്ലാം എന്താണ്? പഴയതാണ്, പുരാതനാണ്, പഴയതാണ്. അതുപോലെ തന്നെ അത് വ്യർത്ഥാണ്, ഒരാവശ്യവുമില്ലാത്തതാണ്. പ്രഥം ജീവ് ഹേ മാനവമേ, ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ലൈഫാണ്, നമ്മളുടെ ആ ജീവൻ എന്ന് പറയുന്ന ആ അംശത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. അതിനുശേഷം ആ ജീവനുള്ള മനുഷ്യന് പിന്നിലായിട്ട് മാത്രമേ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് കേവലം പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകളോ യുക്തികളോ പഴയ സംസ്കാരങ്ങളോ മാത്രം കൊണ്ട് കാര്യമില്ല. മനുഷ്യനിൽ ആദ്യം പ്രധാനം അവന്റെ ജീവനും അവന്റെ നിലനിൽപ്പുമാണ്. സമൂഹവും അതിന്റെ നിയമങ്ങളുമെല്ലാം അതിനുശേഷമേ വരുന്നുള്ളൂ എന്നാണ് കവി പറയുന്നത്. മനുഷ്യത്വക്കെ മാൻ വൃഥ വിഖ്യാൻ വൃഥാരേ ദർശൻ വൃഥാ ധർമ്മ ഗണതന്ത്ര ഉനി യതി പ്രിയനാ ജീവ് ജനജീവൻ. എന്താണ്? മനുഷ്യത്തിന്റെ മാൻ, നമ്മൾ കാണിക്കുന്ന ആ മനുഷ്യത്വം എന്ന് കൊട്ടിഘോഷിക്കുന്ന ആ ഒരു പ്രൈഡ്, ആ ഒരു വാല്യൂ, അതെല്ലാം വെറുതെയാണ്. വിഖ്യാൻ വൃഥാരേ ദർശൻ, ദർശനം എന്ന ഫിലോസഫി എന്നാണ്. വിഖ്യാൻ സയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സയൻസും ഫിലോസഫിയും എല്ലാം വെറുതെയാണ്. വൃഥാ ധർമ്മ ഗണതന്ത്രം, നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ധർമ്മങ്ങളും അതുപോലെ തന്നെ ഗണതന്ത്രം, ഡെമോക്രസി എല്ലാം എന്താണ്? വൃഥായാണ്, ആവശ്യമില്ലാത്തതാണ്. എങ്ങനെയാണെങ്കിൽ യതി പ്രിയന ജീവ് ജന ജീവൻ, അതായത് അവര് ഒരു ജീവന്റെ തേജസ്സിനല്ല, അല്ലെങ്കിൽ ലൈഫ് ഓഫ് ലിവിങ് ബീങ്സിനല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം വൃഥ ആണെന്നാണ് പറയുന്നത്. മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങളോ ശാസ്ത്രമോ ദർശനമോ മതമോ ഭരണ സംവിധാനങ്ങളോ ഏതാണെങ്കിലും അവ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ജീവിതത്തിന് സന്തോഷവും സ്നേഹവും നൽകുന്നില്ലെങ്കിൽ അതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അവയെല്ലാം വ്യർത്ഥമാണെന്നാണ് കവി പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഇത്. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ലേഖകൻ സുമിത്രാനന്ദ് പന്ത് ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലളിതമായ ഒരു ഗ്രാമീണ കാഴ്ചപ്പാടിലൂടെ ലോകത്തെയും മനുഷ്യ ജീവിതത്തെയും നോക്കിക്കാണുന്നു എന്നതാണ്. വലിയ അറിവുകളോ യുക്തികളോ അല്ല, മറിച്ച് അടിസ്ഥാനപരമായ വിശപ്പും ആഗ്രഹങ്ങളും സ്നേഹവും ഒക്കെയാണ് മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. മാതാപിതാക്കളും ബന്ധുക്കളും പ്രകൃതിയും സമ്പത്തും എല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവിതം. സമൂഹത്തിലെ കൃത്രിമമായ ആചാരങ്ങളും ജാതി വർണ്ണ വ്യത്യാസങ്ങളും മിഥ്യാധാരണകൾ മാത്രമാണെന്നും എല്ലാ മനുഷ്യരിലുമുള്ളത് ഒരേ ജീവനായതിനാൽ എല്ലാവരും തുല്യരാണെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. കേവലം പുസ്തകത്തിന്റെ അറിവോ ബാഹ്യമായ സംസ്കാരങ്ങളോ ശാസ്ത്രമോ മതമോ എന്തു തന്നെ ആയാലും അവ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും ജീവിതത്തിനും സ്നേഹവും സന്തോഷവും നൽകുന്നില്ലെങ്കിൽ അവയെല്ലാം വ്യർത്ഥമാണെന്ന ശക്തമായ മാനുഷിക സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ കവിത. ഒന്നുകൂടി കവിത വായിച്ചു നോക്കാം. ग्राम दृष्टि सुमित्रानंद पंत। देख रहा हूं आज विश्व को मैं ग्रामीण नयन से, सोच रहा हूं जटिल जगत पर जीवन पर जन मन से। ख्यान नहीं है तर्क नहीं है कला न भाव विवेचन, जन है जग है क्षुधा काम इच्छाई जीवन साधन। रूप जगत है रूप दृष्टि है रूप बोधमय है मन। माता पिता बंधु बांधव परिजन पुरजन भू गो धन, रूढ़ी रीतियों के प्रचलित पद जाति पांति के बंधन, नियत कर्म है नियत कर्म फल, जीवन चक्र सनातन। जन्म मरण के सुख दुख के ताने बानों का जीवन, निठुर नियति के धूप चाह जग का रहस्य है गोपन। देख रहा हूं निखिल विश्व को मैं ग्रामीण नयन से, सोच रहा हूं जग पर मानव जीवन पर जन मन से। रूढ़ी नहीं है रीति नहीं है जाति वर्ण केवल भ्रम, जन जन में है जीव जीव जीवन में सब जन है सम। ज्ञान वृथा है तर्क वृथा संस्कृतियां व्यर्थ पुरातन, प्रथम जीव है मानव में पीछे है सामाजिक जन। मनुष्यत्व के मान वृथा विज्ञान वृथा रे दर्शन, वृथा धर्म गणतंत्र उन्हें यदि प्रियന ജീവ് ജനജീവൻ. എല്ലാവർക്കും ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിലബസുമായി റിലേറ്റ് ചെയ്ത വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.